സിദ്ദിഖിനെതിരായി മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. മലയാള സിനിമ നടന്മാരുടെ സംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി രാജിവെക്കാനുള്ള ഒരു കാരണം രേവതി സമ്പത്ത് എന്ന നടിയുടെ പരാതിയിലാണ്. രേവതി സമ്പത്ത് എം എ കമ്മീഷൻ മുമ്പാകെ മൊഴി കൊടുത്തു എന്ന് കരുതുന്നു. ഏതായാലും അവര് അത് ചാനലിൽ കൂടെ തനിക്കുണ്ടായ അനുഭവം വെളിപ്പെടുത്തി. അതൊരു കോഗ്നിസബിൾ ഒഫൻസ് ആണ്. അത് ജാമ്യമില്ലാത്ത ഒരു ഒഫൻസ് ആണ്. ഏതായാലും രേവതി സമ്പത്തിന്റെ പരാതി DGPക്ക് ഓൺലൈനിൽ അയച്ചു കൊടുത്തു. DGP അത് മ്യൂസിയം പോലീസിന് അയച്ചു കൊടുക്കാൻ കാരണം ആരോപണം നടന്നിരിക്കുന്ന മ്യൂസിയം പോലീസ് അതിർത്തിയിലെ മസ്കറ്റ് ലോട്ടിലാണ്. സുഖമായി ഇരിക്കട്ടെ എന്ന ഒരു സിനിമയുടെ പ്രിവ്യൂ നടന്നു തിരുവനന്തപുരത്ത് വെച്ച്. സിദ്ദിഖ് അതിനകത്ത് നല്ല റോളായിരുന്നു എന്ന് തോന്നുന്നു, അതിന്റെ പ്രൊഡ്യൂസറാണെന്ന് തോന്നുന്നു. ഏതായാലും രേവതി സമ്പത്ത് എറണാകുളത്ത് താമസിക്കുന്ന അവരെ തിരുവനന്തപുരത്ത് ഇതിന്റെ പ്രിവ്യൂയിലേക്ക് ക്ഷണിച്ചു. അടുത്ത സിനിമയിലെ തൻ്റെ കാര്യം നായികയായിട്ട് പരിഗണിക്കാം എന്നവർ പ്രതീക്ഷിച്ചു. അവർ തിരുവനന്തപുരത്ത് വന്നു. പ്രിവ്യൂ കഴിഞ്ഞ് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിലേക്ക്, സർക്കാരിൻ്റെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി. രണ്ടുപേരും ഒന്നിച്ചാണ് അവിടെ ചെന്നത്. മുറിയെടുത്തു. അവിടെ സുരക്ഷിതത്വമുണ്ട്, മറ്റാരും അറിയില്ല. സർക്കാരിൻ്റെ 3 സ്റ്റാർ ഹോട്ടലാണ്. തിരുവനന്തപുരം BMG ജംഗ്ഷനിലുള്ള മസ്കറ്റ് ഹോട്ടലിൽ ആണ് സംഭവം. അവിടെ വെച്ച് അടുത്ത സിനിമയിൽ തന്നെ നായികയെ ആക്കാം എന്ന് പറഞ്ഞ് തന്നെ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. 2016 ഈ സംഭവം. ഏകദേശം 8 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ ആ കുട്ടിക്ക് എത്ര വയസ്സെന്ന് എനിക്കറിയില്ല. 26 വയസ്സ് ആണെങ്കിൽ മസ്കറ്റിൽ വെച്ച് പീഡിപ്പിച്ച സമയം അത് ഒരു കോഗ്നിസബിൾ ഒഫൻസ് ആണെങ്കിലും പോക്സോയുടെ പരിധിയിൽ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ പോലീസ് നോക്കേണ്ടിയിരിക്കുന്നു. ഇപ്പം 24, 25, 26 വയസ്സുള്ള ഒരാൾ 2016 18 വയസ്സ് തികഞ്ഞിട്ടുണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെയെങ്കിൽ പോക്സോ കേസിലേക്ക് പ്രതിയാവും. പോക്സോ കേസിനകത്ത് പോലീസിന്റെ അന്വേഷണം കാര്യമായി മുന്നോട്ട് പോയേ ഒക്കുള്ളൂ. 90 ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി ചാർജ് കൊടുക്കണം. കഴിവുള്ളിടത്തോളം നേരത്തെ കൊടുക്കണം. എത്രയും പെട്ടെന്ന് ട്രയൽ നടത്തണം. ടോപ്പ് പ്രയോറിറ്റി ട്രയലിന് കൊടുക്കണം. ഏതായാലും ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കി സിദ്ദിഖ് എറണാകുളത്തുള്ള പ്രശസ്തരായ വക്കീലന്മാരെ കണ്ടു കഴിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത്. മുൻകൂർ ജാമ്യത്തിന് ഹൈക്കോടതി പോകാൻ തന്നെയാണ് നിയമോപദേശം എന്ന് കേൾക്കുന്നു. എന്തായാലും ഹൈക്കോടതി അത് നേരിട്ട് പരിഗണിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം സെഷൻസ് കോടതിയിലെ ജാമ്യത്തിന് മൂവ് ചെയ്ത ശേഷം കിട്ടിയില്ലെങ്കിൽ പോകാനാണ് ഉചിതമായ നടപടി. കാരണം ഹൈക്കോടതി ഇത്ര സീരിയസ് ആയ ഒരു കേസിലേക്ക്, പ്രത്യേകിച്ച് പോക്സോ കേസാണെങ്കിൽ പോലീസിൽ സറണ്ടർ ചെയ്യാൻ പറയണം. അതിനുശേഷം നമുക്ക് ആലോചിക്കാം എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു. ഈ കേസിനകത്ത് 18 വയസ്സ് തികയാൻ ഒരു ദിവസമോ ഉള്ളെങ്കിൽ തന്നെ ആ സംഭവ ദിവസം തന്നെയാണ് ആ റേപ്പ് നടന്നത്. 18 വയസ്സ് തികയുന്ന ദിവസമാണെങ്കിലും ആ സെക്ഷൻ അട്രാക്ട് ചെയ്യും. അതുകൊണ്ട് പോക്സോ കേസിന്റെ പരിധിയിൽ വരുമോ ഇല്ലയോ എന്ന് നോക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് 376 ലൈഫ് ഇംപ്രിസൺമെന്റ് മാത്രമല്ല, ആ ശിക്ഷാ കാലാവധി ജീവിതകാലം അവസാനം വരെ ആകാനുള്ള സാധ്യതയുണ്ട്. അതിനകത്ത് കൂടാതെ 354 ഇടാനുള്ള സാധ്യതയുണ്ട്. 376 മാത്രമല്ല, 354 ഇടേണ്ടി വരും. 506 IPC പ്രകാരമുള്ള ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ ആ ഒരു സെക്ഷനാണ് ഇട്ടിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നു. അത് നോക്കേണ്ടിയിരിക്കുന്നു. പോക്സോ കേസിനകത്ത് അട്രാക്ട് ചെയ്തില്ലെങ്കിൽ 509 IPC ഇടുന്നതായിരിക്കും നല്ലത്. 354 ചേർത്ത് വായിക്കേണ്ടി വരും.
ഏതായാലും ഈ ഒരു സംഭവം, ആ കേസിന്റെ അന്വേഷണം, അത് നടത്തുന്ന ആ ടീമിന് മസ്കറ്റ് ഹോട്ടലിൽ 2016 ഏത് മുറി എന്ന് കണ്ടെത്തണം. ആ മുറി എടുത്തിരിക്കുന്നതിന്റെ പേയ്മെന്റ് ആരാണ് നടത്തിയിരിക്കുന്നത് നോക്കേണ്ടിയിരിക്കുന്നു. ആര് മുഖേനയാണ് അത് ബുക്ക് ചെയ്ത്? സിദ്ദിഖ് നേരിട്ട് ബുക്ക് ചെയ്തോ നോക്കേണ്ടിയിരിക്കുന്നു. അന്ന് മുറി കൊടുത്ത അവിടുത്തെ സ്റ്റാഫ് ആരൊക്കെയാണ്? അവരിപ്പോൾ സർവീസിലുണ്ടോ? അതുപോലെ തന്നെ എത്ര ദിവസം അവിടെ താമസിച്ചു, എപ്പം മുറിയെടുത്തു, എപ്പം വിട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷണത്തിൽ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. ഈ ഒരു കേസിന്റെ അന്വേഷണം നടത്തുന്ന ടീമിന് സിദ്ദിഖിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയാൽ റിമാൻഡ് ചെയ്ത് കസ്റ്റഡിയിൽ 2-3 ദിവസം വെക്കേണ്ടി വരും. വരാൻ പോകുന്ന നിയമപരമായ നടപടികൾ ബദലിടാൻ വളരെ ബുദ്ധിമുട്ടാണ്. സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സംഭവത്തില് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിൽ വരെ പോകേണ്ടി വരും. സിദ്ദിഖ് നമുക്കറിയാം, ദിലീപിന്റെ കാര്യത്തില് ദിലീപിനോടൊപ്പം നിന്ന വ്യക്തിയാണ്. ദിലീപിനെ പോലീസ് കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്യാൻ നേരത്തെ പോലീസ് സ്റ്റേഷനിൽ പോയ വ്യക്തിയാണ്. ജയിലിൽ പോയി ദിലീപിനെ സന്ദർശിച്ച വ്യക്തിയാണ്. രഞ്ജിത്തും ആ കൂടെ സിദ്ദിഖിന്റെ ഒപ്പം പോയി ദിലീപിനെ സന്ദർശിച്ചു. ദിലീപിന് സാമ്പത്തികമായ നല്ല മെച്ചമായത് കൊണ്ടാണ് ആ കേസ് 2017 മുതൽ നിരന്തരമായി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോലീസ് കൊടുത്തതിന് കൗണ്ടർ കൊടുക്കുകയും അവരുടെ നിലപാട് വിശദീകരിച്ചുകൊണ്ട് ധാരാളം പെറ്റീഷൻസും ഓരോ ഇഞ്ചു പോയിന്റിനും എതിരായി പോയ ചരിത്രം നമുക്കറിയാം. അതുപോലെ സിദ്ദിഖിനും അതേ രീതിയിൽ തന്നെ സഞ്ചരിക്കേണ്ടി വരും. സാമ്പത്തികമായി നല്ല ഉന്നതി നിൽക്കുന്ന നടന്മാരായതുകൊണ്ട് സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും അവർക്കില്ല. വാദിയായ രേവതി സമ്പത്തിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം പരാതി കൊടുത്ത് അതിൻ്റെ അന്വേഷണത്തിൽ സഹകരിക്കാൻ മാത്രമേ ഉള്ളൂ. അവർക്ക് പണം ചെലവാകുവാനൊന്നുമില്ല. എങ്കിലും അവര് അനുഭവിച്ച ട്രോമ, മാനസിക സമ്മർദ്ദം, അതിനൊരു പരിഹാരമായി എന്നെനിക്ക് തോന്നുന്നു. കാരണം സുരക്ഷിതമായിക്കെ അവർക്ക് കേസ് കൊടുക്കാൻ കഴിഞ്ഞു. അവർക്ക് ഭയമുണ്ടായിരുന്നു. അതിജീവിതയുടെ നമുക്കറിയാം, ആ അതിജീവിതം അനുഭവിച്ച, അവരെ തട്ടിക്കൊണ്ടുപോയി അവരെ കാറിലിട്ട് പിടിപ്പിച്ച ആ ഒരു സംഭവം. അതുകൊണ്ട് മലയാള സിനിമയിലെ ഇതുപോലെയുള്ള അനുഭവങ്ങളുള്ള വ്യക്തികള്, പീഡനത്തിന് വിധേയരായവര്, പീഡിക്കാൻ ശ്രമിച്ചവര്, അവഹേളിച്ചവര്, അങ്ങനെ വേണ്ട മലയാള സിനിമയിലെ പല നടിമാർക്കും തിക്താനുഭവങ്ങൾ വളരെയധികം ഉണ്ട്. സെക്ഷുവലായിട്ട് അസോൾട്ട് ചെയ്തിട്ടുണ്ട്, പീഡിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ പറയാനൊരു വേദി അവർക്കില്ലായിരുന്നു. വേദി എവിടെയെങ്കിലും പറഞ്ഞു പോയാൽ സിനിമയിൽ ഔട്ടാകുന്ന മാത്രമല്ല, ശാരീരികമായ പീഡനം കൂടെ, അക്രമം കൂടെ ഏക്കും എന്നവർക്ക് മനസ്സിലായി. അതിന് ഉദാഹരണമാണ് അതിജീവിതയുടെ, നമുക്കറിയാം, മലയാളത്തിലെ ഏറ്റവും നല്ല നടികളിൽ ഒരാൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ. അത് ദിലീപ് എന്ന നടനാണ് കൊട്ടേഷൻ കൊടുത്തതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അത് പൾസർ സുനി എന്ന ക്രിമിനലാണ് അത് ചെയ്തത്. അവരെ പീഡിപ്പിക്കുന്ന ദൃശ്യം പകർത്തി ദിലീപിന് കൊടുത്തു എന്നാണ് ആ കേസിന്റെ രത്നച്ചുരുക്കം. അതേ അനുഭവം തീർച്ചയായിട്ടും, അഥവാ അതിലപ്പുറമുള്ള അനുഭവങ്ങളും, ജീവൻ തന്നെ അപകടത്തിലാകുന്ന സന്ദർഭം വരെ ഉണ്ടാകാം എന്ന് ഈ നടിമാര് കണ്ടതുകൊണ്ടാണ് ഇന്ന് വരെ അവർ പരാതി കൊടുക്കാത്തത്. അത് നല്ലൊരു ന്യായീകരണം തന്നെയാണത്. ജീവനെ കൊതിയുള്ളവരാരും തീർച്ചയായിട്ടും പരാതി കൊണ്ട് പോവില്ല. പക്ഷേ WCCയുടെ പ്രവർത്തനവും ഗവൺമെന്റ് അതിനോടനുബന്ധിച്ചുണ്ടായ ഒരു കമ്മിറ്റിയും, ആ കമ്മിറ്റിയിലെ സുരക്ഷിതമായി നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ പരാതി എന്ന് ഗവൺമെന്റ് നിശ്ചയിച്ചത് കൊണ്ട് ആ കമ്മിറ്റിയിൽ പോയി എല്ലാവരും, WCCയിലെ അംഗങ്ങളും സിനിമാ മേഖലയെ പ്രവർത്തിക്കുന്ന പലരും, അവര് മേക്കപ്പ് മാനും അല്ലെങ്കിൽ ബ്യൂട്ടീഷ്യന്, അതുപോലെ അങ്ങനെയുള്ള ടെക്നിക്കൽ സൈഡിലുള്ളവർ മുഴുവൻ അവിടെ പോയി അവരുടെ വേദനകൾ പങ്കുവച്ചു. അതവിടെ എഴുതി ഒപ്പിട്ട് കൊടുത്തു. അല്ലെങ്കിൽ അവരുടെ സ്റ്റേറ്റ്മെന്റ് ആ കമ്മിറ്റി റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. മഹാനടന്മാരെ രണ്ടുപേരെയും അവിടെ വിളിച്ചു വരുത്തി
അവരെ 2 പ്രാവശ്യം വന്നു. അവരുടെ പേരിലും ആരോപണമുണ്ട്. മമ്മൂട്ടിയും മോഹൻലാലിനെയും വിളിച്ചു വരുത്തി സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ആരോപണങ്ങൾ ആ അമ്മയുള്ള ഭാരവാഹികൾ കേൾക്കണം, മലയാളത്തിലെ മഹാനടന്മാരത് കേൾക്കണം എന്ന് കരുതിയിട്ടായിരിക്കണം അവരെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് രണ്ടുപേർക്കും കൃത്യമായിട്ട് അറിയാം. സിദ്ദിഖിനും അറിയാം, അമ്മ ഭാരവാഹികൾക്ക് അത് മനസ്സിലായി. അവരെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ 17 പേരുള്ളവർക്കും ആ കാര്യങ്ങൾ മനസ്സിലായി. മമ്മൂട്ടി മോഹൻലാലും അത് കൺവേ ചെയ്തിട്ടുണ്ടാവും. രണ്ടുപേരും ഇപ്പോൾ ഒളിവിലാണ്. കാരണം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അമ്മയുടെ ചെയർമാന് ആ പ്രസ് കോൺഫറൻസ് നടത്തിയപ്പോൾ അതിനുള്ള റിയാക്ഷൻ സമൂഹത്തിൽ നിന്ന്, സിനിമാ ഫീൽഡിൽ നിന്ന് എങ്ങനെയാണ് വന്നത് നമ്മളെല്ലാം കണ്ടു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ രാജിയിലേക്ക് നീങ്ങി. അദ്ദേഹത്തിന് പകരം ബാബുരാജ് ആ സ്ഥാനം ഏക്കറ്റാൻ ശ്രമിച്ചപ്പം ബാബുരാജിനും എതിരായിട്ട് ആരോപണം വന്നു. മമ്മൂട്ടി മോഹൻലാലും വന്നാൽ ആരോപണം ഉറപ്പായിരുന്നു. ആരോപണം തീർച്ചയായിട്ടും ഒന്നിക്കൂടുതൽ വന്നേനെ. അവർ മുങ്ങി. അവർ ഭാരവാഹിത്വത്തിൽ നിന്ന് അവർ രാജിവെച്ചു. എവിടെയാണെന്ന് അറിയില്ല. അവർ എറണാകുളത്തെ വസതികളെല്ലാം പൂട്ടി സ്ഥലം വിട്ട്. എന്തായാലും അവർക്കിനി മലയാള സിനിമയിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അവർ രണ്ടുപേരും പ്രായം കഴിഞ്ഞവരാണ്. അവരുടെ മിടുക്കൊണ്ടും മേന്മ കൊണ്ടും പിടിച്ചു നിന്നവരാണ് മലയാള സിനിമയിൽ. മലയാള സിനിമ കൺട്രോൾ ചെയ്തവരാണ്. പക്ഷേ ഇപ്പം അവർ അവിടുന്ന് കേരളത്തിൽ നിന്ന് മുങ്ങി. അവർക്ക് ഇനി ഇന്ത്യയിൽ പൊങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും നല്ല കാര്യം ചെയ്തത്. അമ്മ എന്ന കപ്പൽ മുങ്ങിക്കഴിഞ്ഞു. കപ്പലിലുള്ളവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കേണ്ട ആ 2-3-4 മഹാരഥന്മാര്, അവര് ജീവനക്കാരെ, കപ്പലിലെ യാത്രക്കാരെ രക്ഷപ്പെടുത്തേണ്ട ബോട്ട് അവരെ കൊടുത്ത് രക്ഷപ്പെടുത്താൻ ശ്രമിക്കേണ്ടവര് രക്ഷപ്പെടുന്ന ബോട്ടിൽ കയറി അവർ മുങ്ങിയിരിക്കുന്നു. അവരുടെ ജീവൻ കൊണ്ടുപോയി അവർ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് മലയാള സിനിമയിൽ ആരോപണ വിധേയരാരും തിരിച്ചു വരാൻ പോകുന്നില്ല. അവർക്കിവിടെ സ്ഥാനം ഉണ്ടാവില്ല. അവർ ഇന്ത്യയിൽ തന്നെ വിട്ടു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരെ കല്ലെറിയ ആൾക്കാർ, കാരണം അവരുടെ സങ്കല്പത്തിലുള്ള കഥാപാത്രങ്ങളൊക്കെ സൃഷ്ടിച്ചവരാണ്. പക്ഷെ അവരുടെ പ്രൈവറ്റ് ലൈഫ് പലരും വേദനപ്പെടുത്തുന്നതാണ് എന്ന് തോന്നിയിട്ടുണ്ടാവും. അവരേതായാലും ബുദ്ധിപൂർവ്വം മാറി. അവരൊരു പ്രസ് കോൺഫറൻസ് നടത്താതിരുന്നതും അതുകൊണ്ടൊക്കെ തന്നെയാണ്. സിദ്ദിഖിൻ്റെ അനുഭവം അവർക്ക് മനസ്സിലായി. മലയാളത്തിലെ നല്ല നടന്മാരിലേക്ക് ഏറ്റവും മൃഗസ്ഥാനം വഹിക്കുന്ന സിദ്ദിഖിൻ്റെ അവസ്ഥ നമ്മൾ കണ്ടു. ഏതായാലും ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം കൊടുക്കില്ല. 10-ാം തീയതി ഏതായാലും ഹൈക്കോടതി ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അതേപടി അൺസെൻസേർഡ് മുഴുവൻ റിപ്പോർട്ടും പരിശോധിച്ച് അതിനൊരു തീരുമാനം. അതിനകത്ത് ഒരു കോഗ്നിസബിൾ ഒഫൻസും അതിനകത്ത് സ്ത്രീകളെ പീഡിപ്പിക്കാനുള്ള അറ്റംപ്റ്റും ഉണ്ടെങ്കിൽ അതിനൊക്കെ കേസെടുത്തേ പറ്റുള്ളൂ. ഹൈക്കോടതിക്ക് അങ്ങനെ ഒരു ഡയറക്ഷൻ കൊടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഒരു പ്രത്യേക രീതിയിലുള്ള 1-2 പേരെ നടപടിയെടുക്കാനുള്ള ഒരു ഓർഡർ ആയിരിക്കില്ല വരുന്നത്. കോഗ്നിസബിൾ ഒഫൻസ് റിവീൽ ചെയ്ത് എല്ലാ സംഭവത്തിനെതിരായി കേസെടുക്കണമെന്ന് ഡയറക്ഷൻ വരും എന്നാണ് ഞാൻ കരുതുന്നത്. അതിനകത്ത് ആർക്കും മോചനമില്ല. അതുകൊണ്ട് ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഹെൽപ്പ് ഈ കാര്യത്തിൽ ലഭിക്കുമെന്ന് കരുതരുത്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും സഹായിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മലയാള സിനിമയെ ഇനിയുള്ള ഈ പരിക്കേൽക്കാതെ മലയാള സിനിമാ രംഗത്ത് നിൽക്കുന്ന കഴിവുള്ള ചെറുപ്പക്കാരികളായ നടിനടന്മാരും അവരുടെ പ്രൊഡ്യൂസർമാരും അവർ യഥേഷ്ടം മുന്നോട്ട് പോകട്ടെ. ഇവരെ ഈ ഒരു സംഭവങ്ങൾ അത് അതിൻ്റെ വഴിക്കൂടെ പോട്ടെ. മലയാള സിനിമ ആ പുതിയ മേഖലയിലേക്ക് പുതിയ ഭാരവാഹികളുമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്നാണ് ഞാൻ കരുതുന്നത്.